പല്ലിന് കമ്പിളി ഇടാൻ ആഗ്രഹിക്കുന്ന, ക്ലിപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ് ഏത് ടൈപ്പ് കമ്പിയാണ് ഞാൻ ഇടേണ്ടത് എന്നുള്ളത്. ഇവിടെ ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് മോഡിഫൈഡ് ബെക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? വളരെ കുറഞ്ഞ ചെലവിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ക്ലിപ്പാണ് ഇത്. പഴയ കാലങ്ങളിൽ വളരെ വിപുലമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് ഈയിടെ പുതിയ ജനറേഷൻസ് ഇത് കൂടുതൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പൊ എന്തിനാണ് നമ്മൾ ക്ലിപ്പ് ഇടുന്നത്? ഏതൊക്കെ ടൈപ്പാണ് ക്ലിപ്പ് എന്ന് നമുക്ക് പറയാം. ഒന്ന്, ഉയർച്ച കുറക്കാനാണ്. നമുക്ക് പറയാം പൊന്തിയ പല്ലുകൾ ശരിയാക്കാൻ, എല്ലാവർക്കും അറിയുന്ന കാര്യം. രണ്ടാമത്തതാണ് പല്ലിന്റെ വിടവ് ഇല്ലാതെയാക്കാൻ. പല്ല് ഇങ്ങനെ ഫ്ലെയർ അപ്പ് ആവും, അതിന്റെ വിടവ് ഇല്ലാതെയാക്കാൻ, കുറക്കാൻ. മൂന്നാമത്തതാണ് നിര ശരിയാക്കാൻ. പല പല്ലുകളും പല ലെവലിലായിരിക്കും നിൽക്കുന്നത്, അതിനെ നിര കറക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കഥ. നാലാമത്തത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഭംഗി കൂട്ടാൻ. ക്ലിപ്പ് ഇട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ലിപ്പ് ഇടാത്ത ഒരാളെ വളരെയധികം വ്യത്യാസമുണ്ട്. ഭംഗി കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യു ക്യാൻ ബൂസ്റ്റ് യുവർ ബ്യൂട്ടി, യു ക്യാൻ ബൂസ്റ്റ് യുവർ ഹാൻസം ബൈ ഡൂയിങ് ഓർത്തഡോണ്ടിക് അപ്ലയൻസ്. ഐ ആം ഷുവർ ആൻഡ് പ്രോമിസ് യു. ഇനി ഏതെല്ലാം ടൈപ്പ് ക്ലിപ്പുകളാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ എന്ന് നമുക്ക് നോക്കാം. ഒരു ടൈപ്പ് ക്ലിപ്പാണ് ബെക്സ് അപ്ലയൻസ്. ഇതൊരു ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ്. പഴയ കാലങ്ങളിൽ നമുക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. വളരെ എഫക്റ്റീവാണ്. ഇവിടുത്തെ പ്രത്യേകത ഇറ്റ് ഈസ് വെരി ചീപ്പ്. വളരെ വില കുറവാണ്. മാത്രമല്ല ഇവിടെ ഡോക്ടറാണ് കിങ്, പ്രാക്ടീഷണറാണ് കിങ്. അപ്പോ ഓൾറെഡി ഈ ബെക്സ് അപ്ലയൻസിന് ഒരുപാട് പോരായ്മകൾ കണ്ടപ്പോൾ അത് പരിഹരിച്ചിട്ട് ഇറങ്ങിയ അപ്ലയൻസ് ആണ് ടിപ്പ് എഡ്ജ്. അതും ചീപ്പാണ്, വില കുറവാണ്. ഇതിന് ശേഷം പിന്നെ ഇറങ്ങിയ അപ്ലയൻസ് ആണ് സ്ട്രൈറ്റ് വെയർ അപ്ലയൻസ്. ഈ സ്ട്രൈറ്റ് വെയർ അപ്ലയൻസിന്റെ പ്രത്യേകത, ഇത് വില കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ്. ഇതിനകത്ത് നമ്മൾ ഹെവി ഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. വളരെയധികം മർദ്ദം, ഫോഴ്സ്, ബലമാണ് ഈ അപ്ലയൻസിന് ഉപയോഗിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ബെക്സിനെ സംബന്ധിച്ചിടത്തോളം വില കൂടുതലാണ്. വളരെ കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വില കൂടുതലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ അപ്ലയൻസ് ആണ് IP അപ്ലയൻസ്. IP അപ്ലയൻസ് എന്ന് പറയുന്ന ഇൻഡിവിജ്വലൈസ്ഡ് അപ്ലയൻസ്. ഓരോ പേഷ്യൻസിനും ആവശ്യമുള്ള റിക്വയർമെന്റിനനുസരിച്ച് ട്രീറ്റ്മെന്റിന്റെ മെറ്റീരിയൽസിൽ വരുന്ന വ്യത്യാസം ട്രീറ്റ്മെന്റിനെ വളരെ എളുപ്പമാക്കി തരുന്ന ഒരു അപ്ലയൻസ് ആണ് ഇൻഡിവിജ്വൽ അപ്ലയൻസ്, IP അപ്ലയൻസ്. പ്രത്യേകത എന്താണ്? യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. ബെക്സിനെ സംബന്ധിച്ച് 10 മടങ്ങ് 20 മടങ്ങ് വരും. ഇതിനെ സംബന്ധിച്ചിടത്തോളം 3, 4, 5 മടങ്ങ് വരും. അതാണ് IP അപ്ലയൻസിന്റെ പ്രത്യേകത. ഇത് ട്രീറ്റ്മെന്റിന്റെ പെർഫെക്ഷൻ കൂട്ടി കിട്ടും. അതുപോലെ ഹൈലി കോസ്റ്റ്ലി ആണ്, ഹൈലി എഫക്റ്റീവ് ആണ്. ഇനി എന്താണ് ഇതെല്ലാം? റിയലി വാട്ട് ഈസ് ഇറ്റ് ഫോർ? ഇത് നമുക്ക് ആർക്കും അറിയാത്ത ഒരു പോയിന്റാണ്. എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? ക്ലിപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഭംഗി കൂടാനാണോ? ഉത്തരം 100% യെസ് അല്ല. ഇറ്റ്സ് ഫങ്ഷണലി. അത് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കാനും നിലനിൽക്കാൻ വേണ്ടി. ഫങ്ഷൻ, പല്ലിന്റെ ഉപയോഗം എന്താണ്? ച്യൂയിങ്, സ്മൈലിംഗ്, ആ ഫങ്ഷണൽ ഇതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്താണ് ഈസ്തെറ്റിക്സ്, കാണാൻ ഭംഗി കൂട്ടാൻ വേണ്ടി. മൂന്നാമത്തത് ഒക്ലൂഷൽ കറക്ഷൻസ്. നിലവിലുള്ള പല്ല് ഇറഗുലർ ആയിട്ട് നമ്മൾ കടിക്കുമ്പോൾ നിലവിലുള്ള പല ടൂത്ത് മെറ്റീരിയൽസിലും വ്യത്യാസം വരും. കാരണം നമ്മുടെ മൂവിങ് ജോ, താടിയല്ല്
ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന താടിയല് ഒരു ജോയിന്റ് കൊണ്ട്, രണ്ട് സൈഡിലും ഓരോ ജോയിന്റ് കൊണ്ട് അത് ഒരു ഫിക്സഡ് ആയിരിക്കുന്ന മേൽത്താടിയിലോട്ട് ചലിപ്പിക്കുമ്പോൾ വ്യത്യസ്ത മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ നിലവിലുള്ള മസിൽസിന്റെ ടെൻഷൻ കമ്പാരിറ്റീവ്ലി ടൂത്തിന്റെ ടെൻഷനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടൂത്ത് വിൽ വോൺ, പല്ല് തേഞ്ഞു പോകും. അതിനാണ് നമ്മൾ ട്രോമാറ്റിക് ഒക്ലൂഷൻ, പ്രശ്നമുണ്ടാക്കുന്ന ഒക്ലൂഷൻ, പല്ല് നഷ്ടപ്പെടുത്തുന്ന കടി എന്നൊക്കെ പറയുന്നത്. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊന്ന്, ഇറ്റ്സ് എ ലോങ്വിറ്റി ഓഫ് ദ ടീത്ത്. കൂടുതൽ കാലം പല്ല് ഈട് നിൽക്കാൻ. ഒരിക്കലും ഓർത്തഡോണ്ടിക്സ് അപ്ലൈൻസ് ചെയ്ത വ്യക്തികളുടെ പല്ല് ഓർത്തഡോണ്ടിക്സ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാലം നിൽക്കും. കാരണം എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ഈസ്തെറ്റിക്കലി ഒക്ലൂഷനും എല്ലാം ഓക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ കാലം പല്ലിന് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി എന്താണ് ബെക്സ്, എന്താണ് സ്ട്രെയിറ്റ് വെയർ, എന്താണ് IP? ഇവിടെ നമ്മുടെ ടെക്നീഷ്യന്റെ, ഡോക്ടേഴ്സിന്റെ, ഡെന്റിസ്റ്റിന്റെ ഫങ്ഷൻ കൂടുതൽ വരുന്നത് ബെക്സിലാണ്. ദാറ്റ് ഈസ് ഡെന്റിസ്റ്റ് ഈസ് ദ കിങ്, പ്രാക്ടീഷണർ ഈസ് ദ കിങ്. പക്ഷേ ഇതാണ് ഫാക്റ്റ്. വൈ ഇറ്റ്സ് നോട്ട് ഫോർ നോ? എന്തുകൊണ്ട് ഇത് കുറഞ്ഞു വന്നു? നമുക്കറിയാം, ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ കൂടി വരും. ഉദാഹരണത്തിന് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിയപ്പോൾ അസുഖങ്ങളുടെ എണ്ണം കൂടി. ശരിയാണോ? യെസ്. കാരണം കൂടുതൽ ആളുകളുടെ ട്രീറ്റ്മെന്റിലോട്ട് വരുന്നപ്പോൾ മനുഷ്യന് അഗ്രികൾച്ചറൽ ഏജിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഏജിലോട്ട് പോയി, പിന്നെ ടെക്നോളജിക്കൽ എയറിലോട്ട് മാറ്റുമ്പോൾ മാൻ ബിക്കം സെഡൻഡറി, മനുഷ്യൻ ഇളകാതെയായി. അതുകൊണ്ട് അസുഖം കൂടി. അപ്പോൾ ഭക്ഷണം പോലെ തന്നെ ഉപയോഗമുള്ള ഒന്നാണ് എന്ത്? വ്യായാമം. അപ്പോൾ അഗ്രികൾച്ചറൽ കാലഘട്ടത്തിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? നല്ല ഫുഡ് ഉണ്ടായിരുന്നു, നല്ല വ്യായാമം ഉണ്ടായിരുന്നു, നല്ല മാനസികമായ ഉല്ലാസം ഉണ്ടായിരുന്നു. ഇതെല്ലാമായിരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏജിലോട്ടോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഏജിലോട്ടോ നമ്മൾ മാറിയപ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ അസുഖങ്ങൾ കൂടുന്നത്. ഇനി ഇവിടെ ഞാൻ പറയുന്നത് ബെക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഞങ്ങളിത് സൺഡേ ദിവസം, കുട്ടികൾക്ക് ഓഫുള്ള ദിവസങ്ങളാണ് ഞങ്ങൾ ഈ ബെക്സ് ടെക്നിക്കുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ലയൻസ് ആണ് ബെക്സ്. കാരണം കമ്പാരിറ്റീവ്ലി ചീപ്പ്, ഈസി റിസൾട്ട്, ഈസി മെയിൻ്റനൻസ്, എല്ലാം വളരെ ഫ്ലുവൻസിയാണ്. എല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അപ്ലയൻസ് ആണ് ബെക്സ്. അതായത് എനി വൺ ക്യാൻ അഫോർഡ് ഇറ്റ്. ആർക്കും ഇത് അഫോർഡ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തതാണ് ലെസ് ട്രീറ്റ്മെന്റ് ടൈം. നമ്മൾ സ്ട്രെയിറ്റ് വെയർ അപ്ലയൻസോ IP അപ്ലയൻസോ ചെയ്യുന്നതിൻ്റെ 2/3 സമയമേ ബെക്സ് അപ്ലയൻസിന് വേണ്ടതുള്ളൂ. അപ്പോൾ ലെസ് എഫേർട്ട് മോർ ബെനിഫിറ്റ്. ഇതല്ലേ എല്ലാവർക്കും വേണ്ടത്? എന്തു പറയുന്നു? ലെസ് എഫേർട്ട് ആൻഡ് മോർ ബെനിഫിറ്റ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയുമ്പോൾ ഈ ബെക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഒരു കാലഘട്ടത്തിൽ വളരെ വിപുലമായി ഉപയോഗിച്ചെങ്കിലും ഇന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ ഈ ബെക്സിന് ചില ന്യൂനതകളെല്ലാം ഉണ്ടായിരുന്നു. ആ ന്യൂനത രണ്ടാമത്തെ അപ്ലയൻസിലെ ടിപ്പ് എഡ്ജിലൂടെ നമുക്ക് പരിഹരിക്കാം. ഒന്ന്, ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിരുന്നു. അത് നമുക്ക് ബ്രാക്കറ്റിന്റെ മോഡിഫിക്കേഷൻ കൊണ്ട് അത് ഇല്ലാതെയാക്കാൻ സാധിച്ചു. രണ്ടാമത്തത്, ബാസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഇതിനകത്ത് സെപ്പറേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യകത ഇല്ല. പിന്നെ ലെസ് ഫോഴ്സ്.
ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് ഏറ്റവും കൂടുതൽ കാലം കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബെക്സിന്റെ പ്രത്യേകത. ഇനി നാലാമത്തെ പറയുന്നത് ചാൻസ് ഓഫ് റിലാപ്സ്. വൺസ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പഴയ രൂപത്തിലോട്ട് പോവോ എന്നുള്ളൊരു പേടി പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പർ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് എടുത്താൽ അതിന് ചാൻസുകളും ഇല്ല. മാത്രമല്ല, ഇൻ കേസ് ദർ ഈസ് എ പ്രോബ്ലം വി ക്യാൻ അവൈലബിൾ എ FP ഫിക്സഡ് ലിംഗ്വൽ റിറ്റൻഷൻ. പല്ലിൽ പിടിപ്പിച്ചിരിക്കുന്ന റിറ്റൻഷൻ ചെയ്യാൻ വളരെ ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ബെക്സിന്റെ ഗുണം വളരെ വലുതാണ്. അപ്പോ ഇവിടെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാണ്. പൈസ ലാഭം, സമയ ലാഭം, ബുദ്ധിമുട്ട് ലാഭം. പക്ഷേ ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട്. പല ആളുകളും ചിന്തിക്കാം, എന്നെ വിസർവിക്കുന്ന പ്രാക്ടീഷണേഴ്സ് ചില ചിന്തിക്കാം, ഇയാൾ എന്താണ് ഈ ബെക്സിനെ സംബന്ധിച്ച് ഇത്ര കാലം പറഞ്ഞിരുന്നു, അതിനകത്തോട്ട് കിട്ടുന്ന ടിപ്പ് ഇത് സാധാരണക്കാരന് മനസ്സിലാവില്ല, പ്രാക്ടീഷണേഴ്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ടിപ്പിംഗ് അല്ലേ, ബോഡ്ലി അല്ലല്ലോ. ടിപ്പിംഗ് അല്ലേ സംഭവിക്കുന്നത്, ബോഡ്ലി മൂവ്മെന്റ് അല്ലല്ലോ. I am asking you what is aligners. Aligners-ൽ എന്താണ് സംഭവിക്കുന്നത്? Aligners also gives tipping. പക്ഷേ aligners ഇത്രയധികം അക്സെപ്റ്റബിൾ ആയി ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഓൾറെഡി ഒരു aligners-ന്റെ 10-ൽ 1 അംശം കൊണ്ട് എന്തുകൊണ്ട് ബെക്സ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്തുകൂടാ? I am asking you. മാത്രമല്ല, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്ട്രാ മൂവ്മെന്റ് വേണമെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് അലൈനേഴ്സിൽ ആഡ് ചെയ്യുന്നത്. വൈ കോണ്ട് യു ഡു ബെക്സ് പ്രോപ്പർലി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ ബെക്സ് അപ്ലൈൻസ് ചെയ്യുക, ഒഴിവ് ഉപയോഗപ്പെടുത്തിപ്പിക്കുക, സൺഡേ ദിവസങ്ങൾ ചെയ്യുക, എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുക, കുറഞ്ഞ ലഭിച്ചെലവിൽ കാര്യം സാധിക്കുക, എളുപ്പം റിസൾട്ട് കിട്ടുക. താങ്ക് യു ആൾ. ഐ ആം ഡോക്ടർ അലി എരുമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. Thank you all. Thank you.